സോ ഗൈസ് ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. സോ നമുക്ക് വേഗം ഡ്രസ്സ് മേടിക്കാൻ പോകാം. ഓക്കെ, ചേച്ചിയുടെ ജോലി കഴിഞ്ഞ് ചേച്ചി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ബോംബ് പൊട്ടിക്കും. ഓഫ് കോഴ്സ് സന്തോഷമാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ചേച്ചിയുടെ പണികൾ കഴിഞ്ഞ് ചായയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാനിതുവരെ ചായ തിളപ്പിച്ച് കഴിഞ്ഞില്ല ഗൈസ്. ചേച്ചി ഇപ്രാവശ്യത്തെ വനിതാ ദിനത്തിൽ എന്റെ ഗിഫ്റ്റ് ആണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളോ ബൈ ശ്രീവിദ്യ മുല്ലച്ചേരി. അപ്പം ഇന്ന് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ് കേട്ടോ. അപ്പം എല്ലാ സ്ത്രീകൾക്കും, ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഹാപ്പി വിമൻസ് ഡേ. അപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടാവുമല്ലേ ഈ വിമൻസ് ഡേ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഈവൻ ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ചിലപ്പോൾ ആയിട്ടുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈവൻ നമ്മുടെ അമ്മമാർ വരെ നമുക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങുന്ന ഒരു കാലത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. സോ ഈ ഒരു വിമൻസ് ഡേക്ക് ഞാൻ എന്ത് ചെയ്യും, ആരെയാണ് സ്പെഷ്യലായിട്ട് ഞാൻ ആർക്കാണ് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഞാൻ അമ്മേനെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇപ്രാവശ്യം കൊച്ചിയിൽ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ ലൈഫ് ഹെൽപ്ഫുള്ളാക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ആരുണ്ട് എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ ഡിഷ് ചേച്ചിൻ്റെ കാര്യം ഓർമ്മ കേട്ടോ. ഡിഷ് ചേച്ചി കഴിഞ്ഞ ഒരു വർഷമായിട്ടുണ്ട്, ഒരു വർഷത്തിന് മുകളിലായി ഡിഷ് ചേച്ചി എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ കൊച്ചിയിൽ വരുമ്പോഴൊക്കെ ഡിഷി ചേച്ചി ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ കൊച്ചിയിലുണ്ടാവുന്ന ഒരാളല്ല. അപ്പം ഡിഷി ചേച്ചിനെ ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഞാനിങ്ങനെ, എനിക്കൊരാഗ്രഹം, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഡിഷി ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ വിമൻസ് ഡേ ആക്കാം. എനിക്ക് തോന്നില്ല ഡിഷി ചേച്ചി ഇതുവരെ വിമൻസ് ഡേ ആഘോഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. സോ ഇപ്പോഴും എൻ്റെ വീട് ബ്യൂട്ടിഫുൾ ആയിട്ട്, ഇവിടുത്തെ കൊച്ചിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഡിഷി ചേച്ചി ഇവിടെ ജോലിക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. എൻ്റെ വീട്ടിലെ കാര്യം, ഡിഷി ചേച്ചിയുടെ വീട്ടിലെ കാര്യം, അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ജോലിയൊക്കെ ചേച്ചി ചെയ്യും. അപ്പം അങ്ങനെ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഡിഷി ചേച്ചി. അപ്പം ഇന്ന് ഡിഷി ചേച്ചി വരുമ്പം നമ്മൾ പറഞ്ഞേക്കണത്, ലൈക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു ചേച്ചി വരണേ ഇന്ന് എനിക്കൊരു അപ്പോൾ ചേച്ചിക്ക് ഇവിടെ ഷൂട്ട് നടക്കുമ്പോഴൊക്കെ ചേച്ചി ഇവിടെ ഉണ്ടാകാറുണ്ട്. അപ്പം ചേച്ചി ഇന്ന് എനിക്കൊരു ഷൂട്ട് ഉണ്ട്, എൻ്റെ കൂടെ ഒന്ന് അപ്പിയർ ചെയ്യുമോ എന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചു. കാരണം ഇപ്പം ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഒരിക്കലും നമ്മൾ വീഡിയോന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ചേച്ചി ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ചേച്ചി ഭയങ്കര ത്രില്ലായി. അപ്പം ഞാൻ പറഞ്ഞു നല്ല ഉടുപ്പിട്ട് സുന്ദരിയായിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് അറിയില്ല ഇവിടെ എന്താണ് നടക്കാൻ പോണേന്നൊന്നും. വുമൻസ് ഡേ ആണെന്ന് ചേച്ചിക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ചേച്ചി വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ചേച്ചി വിചാരിച്ച ഒരു നോർമൽ വീഡിയോയിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചേച്ചി നിൽക്കും, അങ്ങനെയായിരിക്കും ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവുക. ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു ചേച്ചി കുറെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും, കുറേ സ്വീറ്റ്സ് മേടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഉപകാരമില്ലാത്ത ഗിഫ്റ്റുകൾ കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. നമ്മൾക്കൊരു ഗിഫ്റ്റ് എപ്പോഴും ഹെൽപ്ഫുൾ ആവണം അല്ലെ. കുറേ സ്വീറ്റ്സ് കൊടുത്തിട്ട് ഒരുപാട് മധുരം കഴിക്കണേനേക്കാൾ എനിക്ക് തോന്നുന്നു വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങൾ, ഓൾമോസ്റ്റ് 1 മന്തിലേക്കുള്ള ഒരു സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക സ്വീറ്റ്സിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരിക്കും അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അത് ഇപ്പോൾ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യും. എന്നിട്ട് ചേച്ചിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. അപ്പം അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചേച്ചിയുടെ ജോലിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കും ഞാൻ ചായ ഇട്ട് ചേച്ചിയുടെ ജോലി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചായയും കൊണ്ട് അവിടെ ഇരുന്ന് വർത്താനം വരും. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം പാറ്റേൺ. അപ്പോൾ ചേച്ചിയുടെ ജോലി കഴിയുമ്പോഴത്തേക്കും ഈ ചായ ഇടുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് കൊണ്ടുവരാം. അപ്പം ഇതൊന്നും ഡിഷി ചേച്ചി അറിയത്തില്ല കേട്ടോ. സോ നമ്മളിപ്പോൾ പുറത്ത് പോയി നമ്മൾ മറ്റേ സ്വിഗ്ഗി വഴിയാണ് സാധനങ്ങൾ ഓർഡർ ചെയ്യുക. പിന്നെ നമ്മൾ പുറത്ത് പോയി ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്ക് ചേച്ചി വരികയാണെങ്കിൽ ചേച്ചിയുടെ കീഴിൻ്റെ ചേച്ചി കയറും. ഇല്ലെങ്കിൽ നമ്മളാണ് ആദ്യം വരികയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചേച്ചിയുടെ ജോലി കഴിഞ്ഞ് ചേച്ചി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ബോംബ് പൊട്ടിക്കും. ഓഫ് കോഴ്സ് സന്തോഷമാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കാണാം അല്ലേ. സോ ഗൈസ്, നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ. സോ ഞാൻ അരി, പഞ്ചസാര, തേയിലപ്പൊടി, കടല, അങ്ങനത്തെ കുറേ സാധനങ്ങൾ മേടിച്ച് പർച്ചേസ് ചെയ്ത് താഴെ വയ്ക്കും. എന്നിട്ട് നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ ഇറങ്ങും. നമ്മൾ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഡൗട്ട് അടിക്കും, ഇതൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടുവയ്ക്കണേന്ന് ചേച്ചി കിച്ചണിൽ കയറുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവില്ല എന്നാലും. സോ നമ്മൾ ഇത് മാറ്റി താഴെ വയ്ക്കുകയാണ്. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. സോ ഇത് ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഡ്രസ്സ് മേടിക്കാൻ പോകാം.
സോ ഗൈസ് ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. സോ നമുക്ക് വേഗം ഡ്രസ്സ് മേടിക്കാൻ പോകാം. ഓക്കെ, സോ ഞാനിപ്പോൾ നേരെ സുദിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്ലാറ്റിന് ഏറ്റവും അടുത്തുള്ളതും എനിക്ക് ഏറ്റവും ആക്സസിബിൾ ആയതും സുദിയോ ആണ് കേട്ടോ. ചേച്ചി നോർമലി യൂസ് ചെയ്യുന്നതൊക്കെ ഈ സൽവാസാണ്. അപ്പം ചേച്ചി ജോലി ചെയ്യാനാണെങ്കിലും സാരിയൊക്കെ ഭയങ്കര കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ് ചേച്ചി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. സുദിയോയിലാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്, അങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഗൈസ്, ചെറിയൊരു അബദ്ധം പറ്റി. നമ്മൾ ഡ്രസ്സ് എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ചേച്ചി വീട്ടിലെത്തി. 2 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പ് 2 മണിയായിരിക്കും. ഇവിടെ നിന്ന് കാണേണ്ടതറിയില്ല, 2:01. സോ നമ്മൾ ഡിഷ ചേച്ചിയുടെ അടുത്ത് കയറാൻ പറയും. ഡിഷ ചേച്ചി താഴെ നിൽക്കണം. അപ്പോൾ കയറിക്കോളാൻ പറയും. ചേച്ചി നോസ് കീ ചേച്ചിയുടെ അടുത്തുണ്ട്, ലൈക്ക് ചേച്ചി കയറിക്കോളും. അപ്പം നമ്മൾ ചേച്ചിയുടെ അടുത്ത് കയറാൻ പറയാണ്. ഓക്കെ ചേച്ചി? ഇല്ല, ഞാനിത് ഇവിടെ തന്നെ ഉണ്ട്, ജസ്റ്റ് 5 മിനിറ്റിലെത്തി. ചേച്ചി ഒരു കാര്യം ചെയ്യോ, കീ അവിടെ ഉണ്ട്, ചേച്ചി കേറിക്കോ. ആ ശരി ശരി ശരി, ഓക്കെ ജി. ഗൈസ്, ഒരബദ്ധം കൂടെ പറ്റി. താഴെ നിൽക്കുന്ന സാധനങ്ങൾ ചേച്ചി വരുമ്പോ സെക്യൂരിറ്റി ചേച്ചി വീട്ടിലേക്കാണല്ലോ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് പക്ഷെ അറിയത്തില്ല. ചേച്ചി വിചാരിക്കും എന്താ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു, സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ചേച്ചി വിചാരിക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും ചേച്ചി അങ്ങനെ ഒരു സർപ്രൈസ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യത്തില്ല എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, നമ്മൾ പോയ ഉടനെ ചേച്ചീനെ ഇങ്ങനെ ഡിഷ ചേച്ചിനെ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡിഷ ചേച്ചി വിചാരിക്കും ഡിഷ ചേച്ചിന്റെ ഇതായിരിക്കും വീഡിയോ, ഇത്രേ ഉള്ളൂ എന്ന് ചേച്ചി വിചാരിക്കും. എന്നിട്ട് ചേച്ചി ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കും. ഇനി അതാണ് നമ്മുടെ പ്ലാൻ ബി. ഓക്കെ, സോ ഗൈസ്, ഡിഷ ചേച്ചി വന്നിട്ടുണ്ട്, ചെരുപ്പ് പുറത്തുണ്ട്. സോ നമ്മൾ അകത്തേക്ക് പോവാണ്. വാ. ആ, നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നായിരുന്നോ? ചൂല് മാറ്റി ആദ്യം തന്നെ ചൂല്. വേഗം റെഡി ആയിട്ട് വന്നോ? അത് കുഴപ്പമില്ല, നിക്ക് ചേച്ചി റെഡി ആയിട്ട് ഇപ്പൊ വരും. ഗൈസ് കട്ട് ചെയ്തോളൂ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഡിഷ ചേച്ചി, എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന, വീട് സുന്ദരമാക്കി വയ്ക്കുന്ന ഡിഷ ചേച്ചിയാണ്. അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫില് ലാസ്റ്റ് പോർഷൻ ഇതാണ്. ഡിഷ ചേച്ചി ആദ്യമായിട്ടല്ലേ യൂട്യൂബിൽ? അപ്പൊ ഹായ്. എല്ലാവർക്കും ഹായ്. അപ്പൊ ഡിഷ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വ്ളോഗിൽ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് കുറെ ജോലിയുണ്ട് അല്ലേ ചേച്ചി? അത് ഇന്ന് ഒത്തിരി തീർക്കാണ്ട്, ചായ ഒക്കെ കുടിക്കണം. ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു ചായ സമയമുണ്ട് കേട്ടോ. എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മള് ചായ കുടിക്കണ ഒരു സമയമുണ്ട്. അപ്പൊ താങ്ക് യു, ബൈ 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 ബൈ. സോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ചേച്ചിയുടെ പണിയൊക്കെ തീർക്കുമ്പോഴത്തേക്കും നമുക്കിത് ഹാപ്പി വുമൻസ് ഡേ സ്പെഷ്യലാക്കി മാറ്റണം. സൗണ്ട് കുറച്ച് പറയണ ചേച്ചി അപ്പുറത്തേക്കുണ്ട്. സോ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഡ്രാമ പോയിക്കൊണ്ടിരിക്കണേ. ഓക്കെ, സോ ഗൈസ്, ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ പണിയൊക്കെ കഴിഞ്ഞു. കട്ടൻ ചായ ആണ് കേട്ടോ, ഏലക്കായിട്ട് കട്ടൻ ചായ. അപ്പോഴത്തേക്കും ചേച്ചി കഴിഞ്ഞില്ലേ ചേച്ചി എല്ലാം? ഓക്കെ, സോ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് റൗണ്ട് മിനുക്ക് പണികളൊക്കെ. ചേച്ചിയുടെ പണിയൊക്കെ കഴിഞ്ഞ് ചായയും വെയിറ്റ് ചെയ്തൊക്കെ. ഞാൻ ഇതുവരെ ചായ തിളപ്പിച്ച് കഴിഞ്ഞില്ല ഗൈസ്. അല്ല, ആണ് എന്റെ കൂടെ കമ്പനിക്ക്. എന്താണിത്? തിളച്ച് ചേച്ചി ചായ തിളച്ച്. അയ്യോ നിക്ക്, ഒരു മൈക്ക് കൂടെ തരാം. നിന്നോ, അങ്ങനെ തന്നെ നിന്നോ. പുതിയ മൈക്ക, അതിന്റെ അഹങ്കാരം. ഓക്കെ, പുതിയ വേറൊരു ഡ്രസ് കൂടെ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഡ്രസ്സാണ് ഇത്. ഇട്ടു കറക്റ്റ് ആയോ എന്തോ. പാല് മേടിക്കാൻ മറന്നുപോയി. ഞാൻ നിർത്തിയായിരുന്നു പാല് കുടിക്കുന്നത്. ജിമ്മിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമേ. കമോൺ, നല്ല ചൂടാണല്ലോ. നല്ല ചൂടാ. ഇവിടെ ഇരിക്കാം നമുക്ക്. ഇവിടെ എന്നാ പോരെ? അതെ, ഇതിലിരിക്കാം. ഞാൻ ഇവിടെ ഇരിക്കാം. എന്നിട്ട് നമുക്ക് വർത്താനം പറയാം. അവിടെ ഇരിക്കാം. ചേച്ചി, ഇന്നത്തെ മറ്റേ ഈ മാർച്ച് 8 പ്രത്യേകത എന്താ? മാർച്ച് 8 വനിതാ ദിനം. ഓ അല്ലേ? അതെ അല്ലേ? അതെ ആണ്. എനിക്ക് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. എങ്ങനെ ആഘോഷിക്കാ സാധാരണ? സാധാരണ ഞങ്ങൾ അയൽക്കൂട്ടത്തിന്റെ ഇതില്
ആ ചേച്ചി കുടുംബശ്രീയില് ഡാൻസിങ് തിരുവാതിര കളിക്കും, എനിക്ക് വീഡിയോസ് ഒക്കെ അയച്ചു തരും കേട്ടോ. അങ്ങനെയൊന്നും കുടുംബശ്രീയിൽ ഇപ്പൊ ഞാൻ ഇതായിട്ടില്ല, എന്നാലും ഒരുമാതിരി ഇതിലൊക്കെ അപ്പൊ എന്താ പരിപാടി ഉണ്ടാവുക കുടുംബശ്രീയില്. എന്ത് പരിപാടി ഉണ്ടാവും? നമ്മള് വനിതാ ദിനത്തില് കുറച്ച് പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യും. നമ്മള് പഞ്ചായത്ത് തലത്തില് മത്സരങ്ങളൊക്കെ വെക്കും. അപ്പൊ അങ്ങനെ പോയി ഇതൊക്കെ ചെയ്യും, ഡാൻസ് അങ്ങനെയുള്ള ഓരോ കലാപരിപാടികളെല്ലാം. ആണോ? ഇപ്രാവശ്യം ഒന്നുമില്ലേ? ഇപ്രാവശ്യം ഞാൻ മാറി നിക്കണോണ്ട്, കുറച്ചേതായിട്ട് നിക്കണോണ്ട് ഇല്ല. ചേച്ചിയുടെ കയ്യിൽ ചെറിയൊരു ഉളുക്ക് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇത് 2-3 ദിവസമായിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. വീട്ടിൽ ആഘോഷിക്കാറില്ല? വീട്ടിൽ അങ്ങനെ ഇതില് വായനശാലയുണ്ട്, ഗ്രാമീണ വായനശാല എന്ന് പറഞ്ഞ. അപ്പൊ അവിടെ പോവും ഇടയ്ക്ക് വൈകുന്നേരം. അവിടെ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിൽ പങ്കെടുക്കും. ആണല്ലേ? ചേട്ടന്റെ ഒപ്പം പോവും വൈകുന്നേരം, വായനശാല പോകാറുണ്ട്. അപ്പൊ വനിതാ ദിനത്തില് അതിന്റെ പരിപാടികൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയല്ലേ? ഞാനൊന്നും ആഘോഷിക്കാറേ ഇല്ല, സമയമില്ല. നിക്കട്ടോ, ഓപ്പോസിഷൻ മാറല്ലേ, നിക്ക്. നല്ല ചൂടാട്ടോ ചായ. നല്ല ചൂടാ. ഇപ്രാവശ്യത്തെ വനിതാ ദിനത്തിൽ എന്റെ ഗിഫ്റ്റ് അത്. താങ്ക് യു, താങ്ക് യു. പിന്നെ എന്നെ എന്നും എല്ലാ കാര്യത്തിലും സഹായിക്കണോണ്ട് വേറൊരു സാധനം കൂടെ ഞാൻ കൊണ്ടുവന്നു. പക്ഷെ അത് പാളിപ്പോയിട്ട് ആക്ച്വലി അവിടെ തന്നെ ഇരുന്നോണേ. കുറച്ച് സാധനങ്ങളെ എനിക്ക് പിടിക്കാൻ കിട്ടിയുള്ളൂ. ഇത് ഞാൻ ചേച്ചിക്ക് മേടിച്ചതാ, പക്ഷെ എന്താണെന്നറിയോ, പാളിപ്പോയി. ഞാൻ തന്നെ. അപ്പൊ ഞാൻ ആദ്യം വെച്ചെന്താന്നറിയാം, കുറച്ച് സ്വീറ്റ്സ് മേടിക്കാം. പിന്നെ വെച്ച് സ്വീറ്റ്സ് നമ്മൾ വെറുതെ ഇത് കളയുള്ളൂ. അപ്പൊ ഞാൻ വെച്ച് ഇന്നത്തെ ഇപ്രാവശ്യത്തെ എന്താണ് വനിതാ ദിനം ഞാൻ ചേച്ചിയുടെ കൂടെ ആഘോഷിക്കാന്ന് വിചാരിച്ചു. കാരണം എന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണത്, ഈ വീട് ഭയങ്കര സുന്ദരമായിട്ട് വെക്കണ ചേച്ചിയാണ്. അപ്പൊ ഞാൻ വെച്ച് ഇപ്രാവശ്യത്തെ വനിതാ ദിനം ഞാൻ ഇവിടെയാണല്ലോ, അപ്പൊ ഞാൻ വെച്ച് നിങ്ങളെ വിളിച്ച. അപ്പൊ ഹാപ്പി ഇന്റർനാഷണൽ വുമൻസ് ഡേ. അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് വീണ്ടും ഗംഭീരാക്കാം. അടുത്ത പ്രാവശ്യം ചേച്ചി നല്ലൊരു ഇതോടുകൂടി നമുക്ക് അടിപൊളിയാക്കാം. നമുക്ക് ട്രിവാൻഡ്രത്തെ വീട്ടിൽ ആഘോഷിക്കണം അല്ലേ? നല്ല രീതിക്ക്. അതെ. അപ്പം എപ്പോഴും നമുക്ക് ഇനി അടുത്ത ജിഷ ചേച്ചി അടുത്ത വേറെ ലെവലാവട്ടെ. അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു വീടൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ആയിട്ട് അല്ലേ? നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവട്ടെ. പിന്നെ ഇപ്പൊ ഇത്രയും നാള് നമ്മള് ഇങ്ങനെ ജീവിച്ചില്ലേ നമ്മൾ, അപ്പൊ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഞാനൊരു പെണ്ണായിട്ടും ഞാൻ ഇത് നേടി, അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് കാര്യത്തില് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവാം? അതായത് പിള്ളേരുടെ കാര്യത്തില്, മക്കളുടെ കാര്യത്തില്. 2 നല്ല കുട്ടികളുണ്ട് കേട്ടോ ചേച്ചിക്ക്. ആ കാര്യത്തില് ഏറ്റവും സന്തോഷമായ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്താ? എല്ലാ സന്തോഷകരമായ കാര്യ അവൻ ഇപ്പം മൂത്ത മോനിപ്പം അവൻ ഇത് കഴിഞ്ഞു, ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു. ചേച്ചി നന്നായിട്ട് പഠിപ്പിച്ചു. ചേച്ചിയുടെ വലിയ ആഗ്രഹം തന്നെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാം. ചേച്ചി ക്യാമറ ഇളയവൻ 10ല് എക്സാം എഴുതിക്കൊണ്ടിരിക്കണം. അവൻ വലിയവൻ ഇതേപോലെ അവൻ നന്നായിട്ട് പഠിക്കുക, ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു, ഇപ്പൊ ഇളയാള് എക്സാമിലേക്ക് എടുക്കണം. പിന്നെ ചേട്ടൻ കുഴപ്പമില്ല, എല്ലാവരും നല്ല രീതിക്ക് അടിപൊളിയായിട്ട്. നല്ല ഫാമിലി ഉണ്ട് ചേച്ചിക്ക്. ചേച്ചി എപ്പോഴും ഭയങ്കര ഫാമിലിയിൽ ഭയങ്കര ഇതാണ്. അപ്പൊ പിള്ളേരെ എപ്പോഴും ചേച്ചി പറയും നല്ലോണം പഠിപ്പിക്കണം പിള്ളേരെ, നല്ലോണം, എനിക്ക് പറ്റുന്ന അത്രയും പിള്ളേരെ പഠിപ്പിക്കണം. എന്റെ അമ്മയൊക്കെ പറയണ പോലെയാണ് ചേച്ചി പറയാ. അപ്പൊ അതുപോലെ തന്നെ ആവട്ടെ, സന്തോഷായിട്ടിരിക്കട്ടെ, എപ്പോഴും എന്റെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടാവട്ടെ. ഇവിടെ വരുമ്പോ മനസ്സ് നിറഞ്ഞ് മറ്റു സ്ഥലത്ത് പോണേല് ഞാൻ 1, 2, 3 സ്ഥലത്തല്ല, ഇഷ്ടംപോലെ സ്ഥലത്ത് ജോലി ചെയ്യണ ആളാണ്. പക്ഷെ എന്നാലും ഇവിടെ വിളിക്കുമ്പോ എനിക്ക് മനസ്സിന് ഞാൻ വിളിക്കണം എന്ന് ആലോചിക്കുമ്പോ തന്നെ നിങ്ങൾ അതിനിടയ്ക്ക് വിളിച്ചു കഴിയും. അപ്പൊ ആ ഒരു ചേച്ചി ഇങ്ങനെ ഞാൻ വീട്ടിൽ പോയി കുറെ നാള് വീട്ടിൽ നിൽക്കാന്ന് വിചാരിക്കും. അപ്പൊ ചേച്ചി വിളിക്കും, വരണില്ലേ, എവിടെയാ, എത്തിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമുക്ക് എറണാകുളത്ത് ആരോ ഉണ്ട് എന്നുള്ളൊരു സാധനം ഇല്ലേ, അതുപോലെയാണ്. പിന്നെ ഞാനും ചേച്ചി അങ്ങ് കഥകള് പറഞ്ഞിരിക്കും. ജോലി ചെയ്യണ സമയത്ത് അത്രയും ഞങ്ങൾക്ക് കഥകളാ. ഞങ്ങൾ സംസാരിക്കാത്ത വിഷയമില്ല കേട്ടോ. അതായത് സീരിയൽ മുതല് നമ്മള് മറ്റേ രാഷ്ട്രീയം മുതല് എല്ലാ കാര്യങ്ങളും ഞങ്ങള് സംസാരിക്കും. അപ്പൊ അതുപോലെ ആവട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. പ്രതീക്ഷിച്ചില്ലേ? അതെനിക്ക് ഭയങ്കര സർപ്രൈസ് അയക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അടുത്ത പ്രാവശ്യം ഈ ചുരിദാറൊക്കെ ഇട്ടിട്ട് വരുമ്പോ ഞാൻ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. കണ്ടിട്ട് ഇട്ടിട്ട് നോക്കിട്ട് എന്നെ വിളിച്ചാൽ മതി. എനിക്ക് വാട്സാപ്പിലെ ഫോട്ടോസ് ഒക്കെ തീർച്ചയായും. അപ്പൊ അടിപൊളിയാവട്ടെ ചേച്ചി. നമുക്കിങ്ങനെ അതായത് ഒരു ബന്ധമില്ലാതെ നമുക്ക് ചില മനുഷ്യരുടെ ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ചേച്ചി നമുക്ക് വീട്ടിൽ നിൽക്കണ ഒരാൾ തന്നെയാണല്ലോ. അപ്പൊ എപ്പോഴും അടിപൊളിയാവട്ടെ ചേച്ചി. ഇതുപോലെ ഈ സ്വഭാവം എന്നും ഇതുപോലെ ഉണ്ടാവട്ടെ. താങ്ക് യു. ഹാപ്പി വുമൻസ് ഡേ.